അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബഹുവന്യരായ ശൈഖുന കാന്തപുരം ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു മഹസ്സിഹത്തി വൽ ആഫിയ മഹാനവറുകളുടെ ഒരു പ്രസ്താവന. റബീഉൽ അവ്വലിന്റെ ആദ്യ തിങ്കളാഴ്ചയിൽ മൗലിദിൽ അക്ബറിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾ പ്രദർശിപ്പിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഹറെ മുബാറക്ക് നമ്മൾ കൊണ്ടുവന്നതിനേക്കാൾ സ്വല്പം കൂടി വളർന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ബഹുവന്യരായ ഉസ്താദ് പറഞ്ഞത് പലർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവർ ഇസ്ലാമിനെ പറ്റി പഠിക്കാത്തത് കൊണ്ട് എന്ന് മാത്രമേ ഞാൻ അതിനെപ്പറ്റി പറയുകയുള്ളൂ. കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. കാരണം സൂറത്തുൽ ബഖറയിൽ വരെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കുവിൻ എന്നാണ്. ഈ വിഷയം ഉസ്താദ് പറഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിലൂടെ പല പ്രവർത്തകന്മാരും ഇതിന് പ്രതികരിക്കുകയും അവരൊക്കെ പറയുകയും ചെയ്തു, ഇത് ഞങ്ങളോടാണ്, ഉസ്താദിന്റെ അനുയായികളോടാണ് ഉസ്താദ് പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞു. അതൊന്നും സഹിക്കാൻ കഴിയാതെ എങ്ങനെയാണ് കാന്തപുരം ഉസ്താദിന്റെ പച്ചമാംസം തിന്നുക എന്ന് ചിന്തിച്ച് നടക്കുന്ന കുരുവട്ടൂര് കോമാട്ടുചാലിൽ അബ്ദുള്ളയും അദ്ദേഹത്തിന്റെ അനുയായികളും, അദ്ദേഹത്തിന്റെ മുഖ്യ പ്രഭാഷകൻ എന്ന നൌഷാദ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം പറഞ്ഞത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ അനുയായികളോട് പറഞ്ഞതാണെങ്കിൽ സ്വകാര്യമായ അടച്ചിട്ട റൂമിൽ വെച്ച് നടത്തേണ്ട ഒരു കാര്യമാണ്, അത് പബ്ലിക്കിൽ വന്നിട്ട് പറയേണ്ടതല്ല എന്നൊക്കെയാണ്. ഉസ്താദിന്റെ അനുയായികളോടാണ് പറയുന്നത്. ആ അനുയായികളുള്ളത് പബ്ലിക്കിലാണ്. ലക്ഷക്കണക്കിന് വരുന്ന അനുയായികളെ ഉസ്താദ് പിടിച്ച് റൂമിൽ അടച്ചിടുന്നതും പ്രാവർത്തികമല്ല എന്ന് ബുദ്ധിയുള്ള ഏത് ഒരാൾക്കും മനസ്സിലാക്കും. പക്ഷെ ഇദ്ദേഹത്തിന് മനസ്സിലാകാത്തത് കൊണ്ടാണ്. കാരണം ഈ 4, 3, 7 ആളുകളുള്ള ഒരു പ്രസ്ഥാനമല്ലല്ലോ ബഹുമാനപ്പെട്ട ഉസ്താദിന്റേത്. കോമാട്ടനും അനുയായികളും ആകെ 4, 3, 7 ആളുകളാണ്. അവർക്ക് അടച്ചിട്ട റൂമിൽ വെച്ചിട്ട് എന്തും ചെയ്യാം. അവരടച്ചിട്ട റൂമിൽ വെച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ പിന്നീട് വരുന്നതായിരിക്കും. അപ്പോ നമുക്ക് നൌഷാദ് പറഞ്ഞ ആ വിഷയം ഒന്ന് കേൾക്കാം. നിങ്ങൾ പറയും, ഇത് ഞങ്ങളെ ആളുകളോടല്ലേ പറയണ്, അതിന് നിങ്ങളെന്തിനാ ഇടപെട്ടത്? നിങ്ങളെ ആളുകളോട് പറയുകയാണെങ്കിൽ ഒറ്റക്ക് ആരും കേൾക്കാതെ നിങ്ങൾ സ്വകാര്യമായിട്ട് പറഞ്ഞോളി. ഇത് നിങ്ങൾ എന്താ ചെയ്യുന്നത്? എല്ലാവർക്കും കേൾക്കാൻ പറ്റിയ രൂപത്തിൽ ലൈവൊക്കെ നടത്തി മീഡിയകൾക്ക് നിങ്ങൾ തന്നെയല്ലേ ഇത് കൊടുക്കുന്നത്? മീഡിയകൾക്ക് നിങ്ങളല്ലേ കൊടുത്തത്? നിങ്ങൾ കേട്ടില്ലേ? ഇതാണ് നൌഷാദ്. ഉസ്താദിന്റെ അനുയായികളോട് പറഞ്ഞു. അനുയായികൾ എന്ത് ചെയ്തു? ഇതിനെ വല്ലാതെ വിമർശിച്ചപ്പോൾ കയറി ഇടപെട്ടു. ഇപ്പൊ ഞാനടക്കമുള്ള ഞങ്ങൾ പറയുകയാണ്, ഞങ്ങളോടാണ് ഉസ്താദ് പറഞ്ഞത്. ഞങ്ങളോട് ഉസ്താദ് പറഞ്ഞത് ഞങ്ങൾക്ക് വിശ്വാസമാണ്. അംഗീകരിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അംഗീകരിക്കാതിരിക്കാം. നിങ്ങളോട് ആരോടും അത് അംഗീകരിക്കണം, നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും ഇവിടെ ഒരാളും പറഞ്ഞിട്ടില്ല. ഉസ്താദിന്റെ അനുയായി വൃത്തത്തോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കത് ഓക്കെയാണ്. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ മിഅ്റാജ് കഴിഞ്ഞുവെന്ന് ആ വിഷയം സഹാബത്തിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഏത് രൂപത്തിലുള്ള പ്രതികരണം വരുമെന്ന് പോലും അറിയാതെ, കാരണം ഒരു രാത്രി കൊണ്ട് പോയിട്ട് വന്നതാണ്, അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളും അവിടെ കണ്ട കാര്യങ്ങളുമാണ് തന്റെ സഹാബത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുന്നത്. ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സദഖ്ത യാ റസൂലല്ലാഹ്. അപ്പം ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഹറെ മുബാറക് കാണുന്നത്. നമുക്കതിൽ നിന്ന് ബർക്കത്തെടുക്കാം. അതല്ലാതെ ഈ ആളുകള് പറഞ്ഞു നടക്കുന്നത് പോലെ സനത് വേണം, അങ്ങനെ ഒരു ഹുക്കുമും ഇസ്ലാമിൽ ഇല്ല. വെറുതെ തെറ്റിദ്ധരിപ്പിക്കുക, ഏത് രൂപത്തിൽ തകർക്കാൻ കഴിയുമോ കാന്തപുരത്തിന് ആ ഒരു ചിന്ത കൊണ്ട് ദീനിന്റെ പേരിൽ പോലും ഇല്ലാത്തത് പറയുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. നൌഷാദിന്റെ അടുത്ത ഒരു വിഷയം, നൌഷാദുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അതിനൊക്കെ മറുപടി പറയലാണ് ഇപ്പോൾ നൌഷാദിന്റെ പണി. അപ്പോ അതിൽ ആളുകൾ ചോദ്യം ചെയ്യപ്പെട്ടു ഇദ്ദേഹം പോയ പല സ്ഥലങ്ങളെ പറ്റിയിട്ടും. അത് ഇവര് തന്നെ ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് പബ്ലിക്കാക്കിയത് കൊണ്ടാണ്. അതിൽ നൌഷാദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ പല സ്ഥലത്തും പോകും, ഞങ്ങൾ പലരെയും കാണും, അതൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല എന്നാണ് നൌഷാദിന്റെ ഭാഷ്യം. എന്നാൽ നൌഷാദെ, നിന്നോട് ചോദിക്കട്ടെ, ഞങ്ങൾ ചെയ്യുന്നത് നോക്കി നടക്കാനാണോ നിന്റെ പണി? നീ എന്തിനാണ് ആ പണി ചെയ്യുന്നത്? നീ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളോ മറ്റുള്ളവരോ വരണ്ട എങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് അതിന്റെ പേരിൽ ഇല്ലാത്ത കഥകളും മെനഞ്ഞ് നടക്കാൻ നീ നടക്കുന്നത്? എങ്കിലും നിനക്ക് നിന്റെ പാട്ടിന് പോയാൽ പോരെ? ഒരു പണ്ഡിതന്റെ പച്ചമാംസം പിച്ചിച്ചീന്തുക എന്ന ഉദ്ദേശവുമായിട്ട് നീ നടക്കുക. അതേ സ്ഥാനത്ത് നീയും നിന്റെ ശൈഖും ചെയ്യുന്ന തോന്നിവാസങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ നിനക്ക്
കുതിര കയറുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മനസ്സിലാക്കാം നിന്റെ സ്വഭാവം എന്താണ് എന്ന്. അപ്പോൾ നൗഷാദ് പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. ഇൻഷാ അല്ലാഹ് തിരിച്ചു വരാം. ഞങ്ങൾ പാണക്കാട് പോണും പട്ടിക്കാട് പോണും ചമ്മാട് പോണും ഇത് നോക്കിക്കല അപ്പം നിങ്ങളെ പണി. ഞമ്മക്ക് വേണം പോകാൻ പാടില്ല. അപ്പോഴേക്ക് ഈ എന്തിനാട് പോയി ആരാ ചോദിക്കുക? ഈ ആരാ? ഞങ്ങളുടെ മശായിഖന്മാർ ഞങ്ങളോട് നിർദ്ദേശിക്കുകയും സമ്മതം തരികയും ചെയ്ത ആരൊക്കെ കാണണോ അവരൊക്കെ കാണും. ഇനി ഒരു സന്ദർഭത്തിൽ നിരീശ്വരവാദികളെ കാണേണ്ടി വന്നാലും നിങ്ങളെടുത്തേക്ക് ഞങ്ങൾ വരൂല. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നൗഷാദ് പറഞ്ഞത്? അവരുടെ വിഷയങ്ങളിൽ ആരും ഇടപെടാൻ പാടില്ല. അവരെവിടെ പോകുന്നോ, അവരെന്ത് ചെയ്യുന്നോ, അവരെന്ത് പറയുന്നോ അതിനൊന്നും ആരും അതിന് നോക്കാൻ പോകേണ്ടതില്ല. ഞങ്ങൾ എവിടെയും പോകും, ഞങ്ങൾ എന്തും ചെയ്യും, ഞങ്ങൾ എവിടെയും കയറും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ആയിക്കോട്ടെ, നമുക്ക് വിഷയമല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളുടെ വിഷയത്തിൽ ഇടപെടാൻ നിങ്ങൾ വരുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയം ആയിട്ട് പോയാൽ പോരെ. മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ ഇടപെടാൻ നിങ്ങൾ എന്തിനു വരുന്നു? മറ്റുള്ളവർ എവിടെ വെച്ച് പരിപാടി നടത്തണം, മറ്റുള്ളവർ എന്ത് സംസാരിക്കണം, മറ്റുള്ളവർ ആരുടെ അടുത്ത് പോകണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ നിങ്ങൾ ആരാണ്? നുണയും പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് ജനങ്ങളുടെ വഴികേടിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന കോമാടനും അതുപോലെ തന്നെ നൗഷാദും അടക്കമുള്ള ഈ വിഭാഗം എന്തിന് ജനങ്ങളെ ഫിത്നയിലേക്കും ഫസാദിലേക്കും കൊണ്ടുപോകുന്നു? നിങ്ങൾക്ക് എന്തും ചെയ്യാൻ അധികാരമുള്ളതുപോലെ തന്നെ എന്തും ചെയ്യാനും പറയാനും അധികാരമുള്ള ആളാണ് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്. ഉസ്താദ് ഇസ്ലാമികമായ വിഷയങ്ങൾ തൻ്റെ അനുയായികളോട് വിളിച്ചു പറയുന്നു. അതിന് നിങ്ങൾ വ്യാകുലപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. അദ്ദേഹം മറ്റുള്ളവരുടെ പച്ചമാംസം തിന്നാൻ പോകാറില്ല. അദ്ദേഹം മറ്റുള്ളവർ ചെയ്യുന്നത് നോക്കി നടക്കുന്ന പണിയല്ല അദ്ദേഹത്തിന് ദീനിനു വേണ്ടിയിട്ട് ഹിദ്മത്തെടുക്കാൻ മാത്രമേ സമയമുള്ളൂ. അദ്ദേഹത്തിന് മുസ്ലിം സമൂഹത്തിന് വേണം, അദ്ദേഹത്തിന് മറ്റ് മതസ്ഥർക്ക് വേണം, അദ്ദേഹത്തിന് ഇന്ത്യ രാജ്യത്തിന് വേണം. കാരണം അദ്ദേഹം അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുന്ന പണ്ഡിതനാണ്. അതേ സ്ഥാനത്ത് നിങ്ങൾ ഇതുപോലെയുള്ള പണ്ഡിതന്മാരുടെ പച്ചമാംസം തിന്ന് അവരെ ഏതിലൂടെ നടക്കുന്നു, അവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കി നടക്കാനേ കുരുവട്ടൂരികളെ നിങ്ങൾക്ക് സമയമുള്ളൂ. ഞങ്ങൾക്കതിന് സമയമില്ല എന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.